ഹായ് മകളെ, ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്ററിന്റെ എൻട്രൻസ് ഓറിയന്റഡ് ക്ലാസിന്റെ 9ാമത്തെ പാർട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൽക്കീനിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയെ ഞാൻ മെയിനായിട്ട് 3ആയിട്ട് തരംതിരിച്ചിരുന്നല്ലോ. ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ എന്നും, ഓക്സിഡേഷൻ റിയാക്ഷൻ എന്നും, പോളിമറൈസേഷൻ റിയാക്ഷൻ എന്നുമാണ് ആ 3 ടൈപ്പ്. അതിൽ ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്സിഡേഷൻ റിയാക്ഷൻസും അതുപോലെ പോളിമറൈസേഷൻ റിയാക്ഷനുമാണ്. കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പോ ഈ വർഷത്തെ നീറ്റിനോ ജെഇക്കോ കീമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സീരീസ് A to Z കാണുന്നത് നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. നമ്മുടെ മറ്റു ക്ലാസ്സുകളും മറ്റു ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഡിസ്കഷനും ലൈവായിട്ടുള്ള സൂം ഡിസ്കഷൻ സെഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്കും അതുപോലെ ടെലഗ്രാം ചാനലിലേക്കും ഒക്കെ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഈ ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ, ഗുണം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കണം. CM അക്കാഡമിക്ക് കീഴിൽ കംപ്ലീറ്റ്ലി റെസിഡൻഷ്യൽ റിപ്പീറ്റ് ക്ലാസ്സുകളും അതുപോലെ റിപ്പീറ്റ് പ്രോഗ്രാമും ക്രാഷ് പ്രോഗ്രാമും എല്ലാം മലപ്പുറത്ത് സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. മറ്റു ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളൊരു റിപ്പീറ്റർ ആണെങ്കിലും റിപ്പീറ്റർ ആണെങ്കിലും സെൽഫ് സ്റ്റഡി ആണെങ്കിലും +2 വിദ്യാർത്ഥി ആണെങ്കിലും എല്ലാം ഞങ്ങൾക്ക് പല രൂപത്തിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റും. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിർത്തി നോക്കടാ, SO2Cl2 കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയ ഒരു സാധനം. ഓക്സിഡേഷൻ റിയാക്ഷൻസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഇതൊന്ന് പറയാൻ. SO2Cl2 ഒന്ന് പഠിച്ചു വെച്ചോ. ഇവന്റെ പേരാണ് സൾഫ്യൂറൈൽ ക്ലോറൈഡ്. എന്താണ് പേര്? സൾഫ്യൂറൈൽ ക്ലോറൈഡ്. സൾഫ്യൂറൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന റിയേജന്റ് ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്ന് പഠിച്ചു വെച്ചോ. അലൈലിക് ക്ലോറിനേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ്. ഒന്ന് ഓർത്ത് വെച്ചോളെ മോനെ, അലൈലിക് ക്ലോറിനേഷൻ. അപ്പോ ഒരു ഗ്രൂപ്പ് CH2 ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH3 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. ആരോ മാർക്കിന് മുകളിൽ SO2Cl2 ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അലൈൽ കാർബണിൽ ക്ലോറിനേഷൻ സംഭവിക്കും. ആരാണടാ അലൈൽ കാർബൺ? ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ നെക്സ്റ്റ് പൊസിഷനിലുള്ള കാർബൺ ആണ് അലൈൽ കാർബൺ. ഈ സ്റ്റാർ ഇട്ടിരിക്കുന്ന കാർബൺ ആണ് അലൈൽ കാർബൺ. അവിടെ ക്ലോറിൻ കയറും. അപ്പൊ കിട്ടുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടാകും. CH2 ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH2 എന്നതിലെ ഒരു ഹൈഡ്രജൻ അവിടെ നിന്ന് റിമൂവ് ചെയ്യും. അവിടെ ഒരു ക്ലോറിൻ കയറും. അപ്പോ സ്പെസിഫിക് ആയിട്ട് സെലക്റ്റീവ് ആയിട്ട് അലൈൽ പൊസിഷനിൽ ക്ലോറിനേഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന റിയേജന്റ് ആണ് SO2Cl2. മറക്കാതിരിക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞ ക്ലാസിന്റെ കൂടെയാണ് ഇത് പറയേണ്ടിയിരുന്നത്, ഞാൻ അവിടെ വിട്ടുപോയി. അപ്പൊ ഞാൻ ഇവിടെ ആഡ് ചെയ്തതാണ്. എന്ന പോലെ അലൈൽ പൊസിഷനിൽ ബ്രോമിനേഷൻ നടത്താനും ഒരു റിയേജന്റ് ഉണ്ട്. അവന്റെ പേരാണ് NBS. ഞങ്ങൾ സയന്റിസ്റ്റുകൾ അതിനെ N ബ്രോമോസക്സിനമൈഡ് എന്നാണ് ഫുൾ നെയിം കൊടുത്തിട്ടുള്ളത്. എന്താണ്? N ബ്രോമോസക്സിനമൈഡ്. അപ്പൊ നോക്കിക്കേടാ, ഒരു സൈക്ലോഹെക്സൈൻ ഉണ്ട്. ഇവിടെ ഒരു എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. ഇവിടെ 2 ബ്രാഞ്ച് ഉണ്ട്. NBS ഉണ്ട്. നോക്കിയേ, ഇതിലെ അലൈൽ പൊസിഷൻ എവിടെയാണെന്ന് നോക്കിയടാ. അലൈൽ പൊസിഷൻ ഇവിടെ 2 ബ്രാഞ്ച് ആണല്ലോ. വിച്ച് മീൻസ് ഇതിന് 2 അലൈൽ പൊസിഷൻ ഉണ്ട്. ഇതൊരു അലൈൽ പൊസിഷൻ ആണ്, ഇവിടെ ഒരു അലൈൽ പൊസിഷൻ ആണ്. പക്ഷെ ഞാനിപ്പോ ഈ സംസാരിക്കുന്ന അലൈൽ പൊസിഷനിന്റെ പ്രത്യേകത, അവിടെ ഹൈഡ്രജൻ ഇല്ല, റീപ്ലേസ് ചെയ്യാൻ ഹൈഡ്രജൻ ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ റീപ്ലേസ്ഡ് ആയിട്ട് പകരം അവിടെ ഒരു ബ്രോമിൻ കയറും. അങ്ങനെ അലൈലിക് ബ്രോമിനേഷൻ കേൾക്കടാ, അലൈലിക് ബ്രോമിനേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ് NBS എന്ന് മറക്കാതിരിക്കുക. അലൈലിക് ബ്രോമിനേഷൻ കഴിഞ്ഞു. ഇതോടുകൂടെ ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻസിൽ പറയാനുള്ള മുക്കും മൂലയും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സംസാരിക്കുന്നത് ഓക്സിഡേഷൻ റിയാക്ഷൻസ് ആണ്. പൊന്നുമക്കളെ, 6 റിയാക്ഷൻ ആണ് ഓക്സിഡേഷൻ റിയാക്ഷൻസിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വായിച്ചോ. 1 കമ്പഷൻ, 2 റിയാക്ഷൻ വിത്ത് BR എന്ന് പറഞ്ഞാൽ ബേയേഴ്സ് റിയേജന്റ് എന്നാണ്. ഫുള്ള് കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരും. 3 റിയാക്ഷൻ വിത്ത് ഹോട്ട് കോൺസെൻട്രേറ്റഡ് അസിഡിക് KMnO4, 4 ഓസോണോളിസിസ്, 5 ഓക്സിമെർക്കുറേഷൻ ഡീമെർക്കുറേഷൻ, 6 ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ. ഈ 6 എണ്ണമാണ് നമുക്ക് കാണാനുള്ളത്. അതിൽ 1ാമൻ കമ്പഷൻ റഫർ എന്ന് എഴുതി ഞാൻ വിടുകയാണ്. കാര്യം കമ്പഷൻ ഓഫ് ആൽക്കെയിൻസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻ സംസാരിച്ച സമയത്ത് കമ്പഷൻ ഞാൻ പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇനിമേൽ മറ്റു ആൽക്കൈൻ എന്ന് വരുമ്പോൾ ഞാൻ കമ്പഷൻ പറയില്ല. കാര്യം അതൊക്കെ ഒരേപോലെയാണ് എന്ന് ഞാൻ പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ചതാണ്. അപ്പൊ കമ്പഷൻ വിട്ടു. ബാക്കിയുള്ള 5 എണ്ണമാണ് നമുക്കിനി ഓക്സിഡേഷൻ റിയാക്ഷൻസിൽ കാണാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ റിയാക്ഷൻ വിത്ത് ബേയേഴ്സ് റിയേജന്റ് ആണ്. അപ്പൊ ബേയേഴ്സ് റിയേജന്റ് ഇങ്ങനെയാണ് എഴുതുക. ബേയേഴ്സ് റിയേജന്റ്
ബെയേഴ്സ് റിയേജന്റുമായിട്ടുള്ള റിയാക്ഷൻ എന്താണ് എന്നറിയുന്നതിന് മുമ്പ് ബെയേഴ്സ് റിയേജന്റ് ആരാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ആരാടാ ബെയേഴ്സ് റിയേജന്റ്? പഠിച്ചു വെച്ചോളണേ. കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലൈൻ കേമിനോഫോർ. അതൊന്ന് ഓർത്ത് വെച്ചേ. കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലൈൻ കേമിനോഫോർ പഠിച്ചു വെച്ചേടാ. കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലൈൻ കേമിനോഫോർ. കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലൈൻ കേമിനോഫോർ ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് ബെയേഴ്സ് റിയേജന്റ്. കേമിനോഫോർ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണല്ലോ. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ വീര്യം കുറച്ചത്, സ്ട്രോങ് അല്ല, കോൺസെൻട്രേറ്റഡ് അല്ല, ഡൈല്യൂട്ട് ആണ്, അസിഡിക് അല്ല, ആൽക്കലൈൻ ആണ്, ഹോട്ട് കണ്ടീഷനിലല്ല, കോൾഡ് കണ്ടീഷനിലാണ്, വീര്യം കുറച്ചത്. അതുകൊണ്ട് തന്നെ ഈ ബെയേഴ്സ് റിയേജന്റ് ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഒരു ചെറിയ രൂപത്തിലുള്ള മൈൽഡ് ഓക്സിഡേഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. എന്താണ് പ്രൊഡക്റ്റ്? വിസിനൽ ഡൈഓൾ. വിസിനൽ ഡൈഓൾ വെരി സിമ്പിൾ റിയാക്ഷൻ ആണ്. ഡൈഓൾ എന്ന് പറഞ്ഞാൽ 2 OH വരുമെന്ന് നമുക്കറിയാം. വിസിനൽ എന്ന് പറഞ്ഞാൽ രണ്ടും അടുത്തടുത്ത കാർബണുകളിലായിരിക്കും എന്നാണല്ലോ അർത്ഥം. അപ്പൊ CH2 ഡബിൾ ബോണ്ട് CH2 എന്നതിലേക്ക് ബെയേഴ്സ് റിയേജന്റ് ഉപയോഗിച്ചാൽ CH2 സിംഗിൾ ബോണ്ട് CH2 എന്നായി അത് മാറും. ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആകും. എന്നിട്ട് ഈ കാർബണിൽ ഒരു OH വരും. ഡബിൾ ബോണ്ടഡ് കാർബണുകളിൽ OH കയറിയിരിക്കും. പരിപാടി കഴിഞ്ഞു. അപ്പൊ അടുത്തടുത്ത കാർബണുകളിൽ OH വരുന്നത് കൊണ്ട് അവന്റെ പേരാണ് വിസിനൽ ഡൈഓൾ. ഡീലല്ലേ മോനെ? വിസിനൽ ഡൈഓൾ. ദിസ് റിയാക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ്, എന്താ കാര്യം എന്നറിയും? എടാ, OH-നെ തിരികെ കയറ്റുന്ന റിയാക്ഷൻസിന് നമുക്ക് ഇങ്ങനെ ഒരു പേര് വിളിക്കാം, ഹൈഡ്രോക്സിലേഷൻ എന്നും പേര് വിളിക്കാം. ഒന്ന് ഓർത്ത് വെച്ചോ, എന്താണ് ഹൈഡ്രോക്സിലേഷൻ? അപ്പൊ ഹൈഡ്രോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആഡിങ്, എന്ത് ആഡ് ചെയ്യുക എന്നാണ്? OH ഗ്രൂപ്പ്. OH ഗ്രൂപ്പ് ആഡ് ചെയ്യുന്ന പരിപാടിയെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോക്സിലേഷൻ. അപ്പൊ ബെയേഴ്സ് റിയേജന്റ് ഉപയോഗിക്കുമ്പോൾ OH ഗ്രൂപ്പുകളാണ് കയറി വരുന്നത് എന്നതുകൊണ്ട് ദിസ് റിയാക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഹൈഡ്രോക്സിലേഷൻ. കിട്ടിയില്ലേ മോനെ? അടുത്തതടാ, റിയാക്ഷൻ വിത്ത് ഹോട്ട് കോൺസെൻട്രേറ്റഡ് അസിഡിക് കേമിനോഫോർ ആണ്. നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും, ഞാൻ നേരത്തെ പറഞ്ഞ ബെയേഴ്സ് റിയേജന്റിന്റെ മുഴുവൻ പ്രോപ്പർട്ടിക്കും എഗെയിൻസ്റ്റ് ആണ്. കോൾഡ് എന്നാണ് നേരത്തെ പറഞ്ഞത്, ഡൈല്യൂട്ട് എന്നാണ് പറഞ്ഞത്, ആൽക്കലൈൻ എന്നാണ് പറഞ്ഞത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇനി നമ്മൾ പഠിക്കുന്ന റിയാക്ഷൻ. കോൾഡിന് പകരം ഹോട്ട്, ഡൈല്യൂട്ടിന് പകരം കോൺസെൻട്രേറ്റഡ്, ആൽക്കലൈന് പകരം അസിഡിക് കേമിനോഫോർ ഓർ സിംപ്ലി കേമിനോഫോർ. കേമിനോഫോർ എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാലും അത് സ്ട്രോങ് കണ്ടീഷൻ ആണെന്ന് ഓർത്തു വെച്ചോളണം. ഇയാൾ ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, വീര്യം കൂടിയതാണ്. ഹോട്ട് കോൺസെൻട്രേറ്റഡ് അസിഡിക് കേമിനോഫോർ പഠിച്ചല്ലോ. അപ്പോ നേരത്തെ നടന്ന പോലെ സിംഗിൾ ബോണ്ടിലെ ഒരു ബോണ്ട് പൊട്ടിയിട്ട് പകരം 2 OH കയറിയിരിക്കും, അങ്ങനെയൊന്നല്ല ഇവിടെ റിയാക്ഷൻ. ഇവിടെ ഡബിൾ ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പൊ 2 കാർബണുകൾക്കിടയിൽ ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ അത് സിംഗിൾ ബോണ്ടായി മാറി, അഥവാ ഒരു ബോണ്ട് പൊട്ടി എന്നല്ലേ പറഞ്ഞേ. ഇവിടെ അങ്ങനല്ല, 2 ബോണ്ട് അങ്ങോട്ട് പൊട്ടും. അപ്പൊ ഇത് 2 ഫ്രാഗ്മെന്റ് ആയിട്ട് മാറും നടന്നു. എന്നിട്ട് ഡബിൾ ബോണ്ടഡ് കാർബൺ, ഡബിൾ ബോണ്ട് പൊട്ടുമ്പോൾ 2 ഡബിൾ ബോണ്ടഡ് കാർബൺ ഉണ്ടായിരുന്നല്ലോ, വിത്ത് ഹൈഡ്രജൻ ആണെങ്കിൽ ആ കാർബൺ COOH ആയിട്ട് മാറും. വിത്തൗട്ട് ഹൈഡ്രജൻ ആണെങ്കിൽ ആ കാർബൺ CO ആയിട്ട് മാറും. സിമ്പിൾ ആണ്, നോയിക്കോ. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. CH3 CH ഡബിൾ ബോണ്ട് C, CH3 ഹോട്ട് കേമിനോഫോർ ആണ്. ഹോട്ട് കേമിനോഫോർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെട്ടു. ഈ പറഞ്ഞ വിശേഷങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചിലപ്പോ കേമിനോഫോറിന്റെ കൂടെ പറഞ്ഞാൽ ഇവനാണെന്ന് ഓർത്തു വെക്കുക. ഇനി ഒരു വിശേഷവും പറഞ്ഞിട്ടില്ലെങ്കിലും അത് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണെന്ന് ഓർത്തു വെക്കുക. എന്താടാ ഞാൻ പറഞ്ഞേ? ഈ ബോണ്ട് ഇങ്ങോട്ട് പൊട്ടുന്നല്ലേ പറഞ്ഞേ? ഡബിൾ ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. അപ്പൊ ഇതല്ലേ ഒരു ഡബിൾ ബോണ്ടഡ് കാർബൺ. ഇതാണ് നെക്സ്റ്റ് ഡബിൾ ബോണ്ടഡ് കാർബൺ. ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ കാർബോക്സിലിക് ആസിഡ് ആകും. അപ്പൊ ഇവൻ കാർബോക്സിലിക് ആസിഡ് ആകും. അപ്പൊ എന്ത് കിട്ടും? CH3 CH എന്നത് COOH ആയി മാറും, അസിറ്റിക് ആസിഡ് കിട്ടും. നെക്സ്റ്റ് ഇവൻ ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്തൗട്ട് ഹൈഡ്രജൻ ആണ്, വിൽ പ്രൊഡ്യൂസ് കീറ്റോൺ. അപ്പൊ എന്താ കിട്ടുക? CH3 C ഡബിൾ ബോണ്ട് OCH3 എന്നാണ് കിട്ടുക. മനസ്സിലായിട്ടുണ്ടാവും. മുകളിലുള്ള CH3യിൽ നിന്നാണ് ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്തത്. ആ CH3യെ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു C ഉണ്ട്, അത് ഡബിൾ ബോണ്ടഡ് കാർബൺ ആണ്, വിത്തൗട്ട് ഹൈഡ്രജൻ ആണ്, വിൽ പ്രൊഡ്യൂസ് കീറ്റോൺ. ഇവിടെ ഈ വലത്തോട്ട് നിന്നിരുന്ന CH3 ഇവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പൊ അസറ്റോണും കിട്ടും. മനസ്സിലായില്ലേ മോനെ? അങ്ങനെയാണെങ്കിൽ 2-ബ്യൂട്ടീൻ കേമിനോഫോറിന്റെ പ്രസൻസിൽ എന്താ കിട്ടുക എന്നൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. 2-ബ്യൂട്ടീൻ വരക്കണം. CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3, ഇവനാണല്ലോ 2-ബ്യൂട്ടീൻ.
ആരോ മാർക്കിന് മുകളിൽ KMnO4 ഉണ്ട്. ഞാൻ പറഞ്ഞു ഡബിൾ ബോണ്ട് വിൽ ബ്രേക്ക് ആൻഡ് ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ വിൽ പ്രൊഡ്യൂസ് കാർബോക്സിലിക് ആസിഡ്. അപ്പൊ രണ്ട് ഫ്രാഗ്മെന്റും ഇവിടെ സെയിം ആണ്. ലെഫ്റ്റിലുള്ള ഫ്രാഗ്മെന്റ് CH3COOH തരും, റൈറ്റിലുള്ള ഫ്രാഗ്മെന്റും ഇതേ ആൾ തന്നെയാണല്ലോ, CH3CH എന്നാണല്ലോ. അപ്പൊ രണ്ട് മോളിക്യൂൾ അസറ്റിക് ആസിഡ് കിട്ടും. കിട്ടിയല്ലോ. ഒരു ക്വസ്റ്റ്യൻ, ഒരു ആൽക്കീൻ gives 2 moles of acetone on reacting with KMnO4. Identify the alkene. ഒരു ആൽക്കീൻ ഉണ്ട്, X എന്ന് പറയുന്ന ആൽക്കീൻ. അത് KMnO4ഉമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ 2 മോളിക്യൂൾ അസറ്റോൺ കിട്ടി. CH3 C ഡബിൾ ബോണ്ട് O CH3 അല്ലടാ അസറ്റോൺ. അങ്ങനെയാണെങ്കിൽ ആൽക്കീൻ ആരാണെന്ന് കണ്ടെത്തുക. സിമ്പിൾ ആണ് പരിപാടി. കണ്ടോ, പ്രൊഡക്റ്റ് നോക്കിയേടാ, പ്രൊഡക്റ്റ്. അപ്പൊ ഞാൻ 2 അസറ്റോണിന് എങ്ങനെ എഴുതാണ്? CH3 C ഡബിൾ ബോണ്ട് O CH3. അടുത്ത അസറ്റോണിന് എങ്ങനെ എഴുതാണ്? C ഡബിൾ ബോണ്ട് O CH3. കുഴപ്പമില്ലല്ലോ, ഇത് രണ്ടും 2 അസറ്റോണുകളാണ്. ശ്രദ്ധിക്കുക, ഈ ഓക്സിജൻ ഇപ്പൊ ഓക്സിഡേഷൻ നടന്നപ്പോൾ കയറി വന്നതാണ്. ആൽക്കീനിൽ അതാണല്ലോ സംഭവിക്കുന്നത്. ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്തൗട്ട് ഹൈഡ്രജൻ വിൽ പ്രൊഡ്യൂസ് കീറ്റോൺ. അപ്പൊ ഈ C ഡബിൾ ബോണ്ട് O എന്ന് പറയുന്നത് ഒരു ഡബിൾ ബോണ്ടഡ് കാർബൺ ആയിരുന്നു. ഈ C ഡബിൾ ബോണ്ട് O എന്ന് പറയുന്നതും ഒരു ഡബിൾ ബോണ്ടഡ് കാർബൺ ആയിരുന്നു എന്നാണല്ലോ നമുക്ക് മനസ്സിലാവുക. അപ്പൊ ശ്രദ്ധിച്ചേടാ, അപ്പൊ ഇയാൾ കിട്ടണമെങ്കിൽ ഈ ഡബിൾ ബോണ്ട് ഓയും ഡബിൾ ബോണ്ട് ഓയും ഇപ്പൊ വന്നതാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ബാക്കി ആരാ ഉള്ളത്? CH3 സിംഗിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH3, അതുപോലെ മറ്റൊരു C സിംഗിൾ ബോണ്ട് CH3, മറ്റൊരു CH3. ഇങ്ങനെയല്ലേ ഉള്ളത്. ഇവർക്കിടയിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഡബിൾ ബോണ്ട് പൊട്ടിയിട്ടാണ് ഈ റിയാക്ഷൻ നടന്നത്. അപ്പൊ ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്തൗട്ട് ഹൈഡ്രജൻ കീറ്റോൺ കിട്ടും. അങ്ങനെയാണ് ഈ 2 പ്രൊഡക്റ്റ് കിട്ടിയത്. അപ്പൊ റിയാക്ടന്റ് തന്നിട്ട് പ്രൊഡക്റ്റ് ചോദിക്കുന്നത് പോലെ പ്രൊഡക്റ്റ് തന്നിട്ട് റിയാക്ടന്റ് ചോദിക്കാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ് ആണല്ലോ ഇവിടെ ഉണ്ടായത്, അപ്പൊ അത് ഡബിൾ ബോണ്ടഡ് കാർബൺ ആയിരുന്നു എന്ന് ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ X. X എന്ന് പറയുന്ന റിയാക്ടന്റിനെ ഐഡന്റിഫൈ ചെയ്യുക. എന്താണ് Xന്റെ പ്രത്യേകത? KMnO4ഉമായിട്ട് ട്രീറ്റ് ചെയ്തപ്പോ ഒരു പ്രൊപ്പനോയിക് ആസിഡും തന്നു, നോക്കിക്കേ, ഒരു 2 ബ്യൂട്ടനോണും തന്നു. 2 ബ്യൂട്ടനോൺ. നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി? ഈ പ്രൊപ്പനോയിക് ആസിഡിലെ ഞാനിപ്പോ വട്ടത്തിനകത്താക്കി വെക്കുന്ന ഈ കാർബണും 2 ബ്യൂട്ടനോണില് ഞാനിപ്പോ വട്ടത്തിനകത്താക്കി വെക്കുന്ന ഈ കാർബണും ഇവിടെ ഡബിൾ ബോണ്ടഡ് കാർബണുകളായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കാർബണിന്റെ പ്രത്യേകത ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ ആയിരുന്നു, അതുകൊണ്ടാണ് അത് COOH തന്നത്. ഈ കാർബണിന്റെ പ്രത്യേകത ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്തൗട്ട് ഹൈഡ്രജൻ ആയിരുന്നു. അപ്പൊ നമുക്ക് ആ എക്സിനെ ഒന്ന് വരച്ചു നോക്കാം. ഇവിടുന്ന് ഇങ്ങനെ എഴുതി തുടങ്ങുകയാണെ, CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ എഴുതി. അത് ഡബിൾ ബോണ്ടഡിലാണ്. 2 നേരെ 2 ബ്യൂട്ടനോണിലുള്ള ഈ കാർബണിലേക്ക്, അപ്പൊ ആ C ഡബിൾ ബോണ്ട് O എന്ന കാർബണിലേക്കാണ് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഡബിൾ ബോണ്ട് O ഒക്കെ ഇപ്പൊ വന്നതാണ്, C മാത്രമായി. ഒരു സൈഡില് CH3 CH2 ഉണ്ട്, ആയിക്കോട്ടെ, CH2 CH3. മറ്റൊരു വാലൻസി ആയിട്ട് ഒരു CH3യും കിടപ്പുണ്ട്. ദിസ് ഈസ് പ്രൊഡക്റ്റ്. ചെയ്തു നോക്കുക. ഇവന്റെ പേര് 2 മീഥൈൽ 2 4 6 കാർബൺ ഉണ്ട്, ശരിയല്ലേ? 3 ഹെക്സീൻ എന്നിവന്റെ ആൻസർ വരും. ഓക്കെ, 2 മിഥൈൽ 2 ഹെക്സീൻ. അപ്പൊ സംഭവം സിമ്പിൾ ആണ്. ഡബിൾ ബോണ്ട് പൊട്ടിച്ച് ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ വിൽ പ്രൊഡ്യൂസ് കീറ്റോൺ, വിത്ത് ഹൈഡ്രജൻ വിൽ പ്രൊഡ്യൂസ് കാർബോക്സിലിക് ആസിഡ് ആൻഡ് ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്തൗട്ട് ഹൈഡ്രജൻ വിൽ പ്രൊഡ്യൂസ് കീറ്റോൺ. നോക്കിക്കേടാ, ഒരു സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ട് തന്നാൽ ഈ ഡബിൾ ബോണ്ടുകൾ പൊട്ടൂലേ? ഡബിൾ ബോണ്ട് പൊട്ടും. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഈ കാർബൺ, ഈ സ്റ്റാർ ഇട്ടിരിക്കുന്ന കാർബണിൽ ഇനി ഹൈഡ്രജൻ ഉണ്ടോ എന്ന് നോക്കിയേ. ഉണ്ട്. കാര്യം അതിന്റെ 3 വാലൻസി ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇവിടെയും ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് അത് COOH ആയിട്ട് മാറും. ഇവിടെ ഒരു CH2 ഉണ്ട്, ഇവിടെ മറ്റൊരു CH2 ഉണ്ട്, ഇവിടെ വീണ്ടും COOH ആയിട്ട് മാറും. മനസ്സിലായില്ലേ? ഈ CH2-നെയൊക്കെയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്ത് എഴുതിയേക്കുന്നത്. അതിനി എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആൻഡ് ദിസ് ഈസ് പ്രൊഡക്റ്റ്. അടുത്തത് നോക്കിയേടാ, ഇത് ഈ ഡബിൾ ബോണ്ടുകൾ പൊട്ടും. അപ്പൊ ഈ ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ആണോ വിത്തൗട്ട് ആണോ? ഇവൻ വിത്തൗട്ട് ഹൈഡ്രജൻ ആണ്. കാര്യം അതിന്റെ 4 വാലൻസിയും കംപ്ലീറ്റഡ് ആണ്. അപ്പൊ ഞാൻ അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ ഒന്ന് വരച്ചു നോക്കുകയാണെ, വരക്കാനുള്ള സൗകര്യത്തിന്, ആൻസർ കാണാനുള്ള സൗകര്യത്തിന്. ഇങ്ങനെ വരും, ശരിയല്ലടാ? ഈ കാർബണുകൾ വിത്തൗട്ട് ഹൈഡ്രജൻ ആയതുകൊണ്ട് വിൽ പ്രൊഡ്യൂസ് കീറ്റോൺ. ഇവിടെ C ഡബിൾ ബോണ്ട് O, ഇവിടെ C ഡബിൾ ബോണ്ട് O. പേരൊന്ന് എഴുതി വയ്ക്കുക. 1 2 3 4 5 6 7 8. അപ്പോ ഒക്ടൈൻ ആണ്. ആ ഒക്ടന്റെ പ്രത്യേകത രണ്ടാമത്തെയും 7ാമത്തെയും കാർബണുകൾ ഒക്ടൻ 27 ഡൈ ഓൺ, ശരിയല്ലേ? 2ലും 7ലും 2 C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ് ഉണ്ട്. അപ്പോ ഡൈ കീറ്റോൺ അല്ലെങ്കിൽ ഡൈ ഓൺ വരും. ഇതാണ് കിട്ടുന്ന പ്രൊഡക്റ്റ്. സിമ്പിൾ ആണ്.
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എടാ, ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ വിൽ പ്രൊഡ്യൂസ് കാർബോക്സിലിക് ആസിഡ് എന്നാണല്ലോ ഞാൻ പറഞ്ഞേ. അങ്ങനെ ഉണ്ടാകുന്ന കാർബോക്സിലിക് ആസിഡ് ഫോമിക് ആസിഡ് ആണെങ്കിൽ ആ ഫോമിക് ആസിഡ് ഹൈലി അൺസ്റ്റേബിൾ ആണ്. ഈ KMnO4ന്റെ പ്രസൻസിൽ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. സ്പോട്ടിൽ തന്നെ അത് കാർബൺ ഡയോക്സൈഡും വാട്ടറുമായിട്ട് മാറും. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. CH3CH ഡബിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് പൊട്ടും. അപ്പോ ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ വിൽ പ്രൊഡ്യൂസ് കാർബോക്സിലിക് ആസിഡ്. അപ്പൊ ഒന്നാമത്തെ കാർബോക്സിലിക് ആസിഡ് കിട്ടി. രണ്ടാമത്തെ കാർബോക്സിലിക് ആസിഡ് നോക്കിയാൽ ഒരു CH2 എന്നൊരു ഗ്രൂപ്പ് മാത്രമല്ലേ ഉള്ളൂ. ഒരൊറ്റ കാർബണുള്ള കാർബോക്സിലിക് ആസിഡ്, ഒരു കാർബണുള്ള കാർബോക്സിലിക് ആസിഡ് ആരാ? HCOOH ആണ്. അതിന്റെ പേരാണ് ഫോമിക് ആസിഡ്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രൊഡക്റ്റ് ഫോമിക് ആസിഡ് ആണ്. അപ്പൊ ഫോമിക് ആസിഡ് ഹൈലി അൺസ്റ്റേബിൾ ആണ്. ഈ KMnO4ന്റെ പ്രസൻസിൽ അത് കാർബൺ ഡയോക്സൈഡും വാട്ടറുമായിട്ട് മാറും. അപ്പൊ ഏതൊക്കെയാണ് ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചാൽ അസറ്റിക് ആസിഡും ഫോമിക് ആസിഡും എന്നതല്ല ആൻസർ. അസറ്റിക് ആസിഡും കാർബൺ ഡയോക്സൈഡും വാട്ടറും എന്നതാണ് ആൻസർ. പഠിച്ചില്ലേ? അപ്പൊ അസറ്റിക് ആസിഡും ഉണ്ടാകും, പറ, കാർബൺ ഡയോക്സൈഡും ഉണ്ടാകും, വാട്ടറും ഉണ്ടാകും. ദിസ് ഈസ് പ്രൊഡക്റ്റ്. അപ്പൊ എവിടെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോ. അസറ്റിക് ആസിഡ് ഉണ്ടാകുന്ന ഒരു ആസിഡ് ഫോമിക് ആസിഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഇമ്മീഡിയറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. പഠിച്ചു വെച്ചോ, ക്വസ്റ്റ്യൻ. ഓസോണോളിസിസിലേക്ക് കിടക്കാൻ. ഓസോണോളിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൽക്കീനിന്റെ ഓസോണോളിസിസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാത്ത വർഷങ്ങളില്ല. നിർബന്ധമായും പഠിച്ചു വെച്ചോളണം. ഓസോണോളിസിസിൽ പറയാനുള്ള രണ്ട് കാര്യങ്ങളിൽ ഒന്ന്, ആരാണ് ഓസോണോളിസിസിന്റെ റിയേജന്റ്? O3 ആണ്. O3 എന്ന് പറഞ്ഞാൽ ഓസോൺ ആണ്, നമുക്കറിയാലോ. രണ്ട്, ബോണ്ട് ബ്രേക്കിംഗ് റിയേജന്റ് ആണ്. വെരി ഇമ്പോർട്ടന്റ്. ദാറ്റ് ഈസ് സിങ്ക് ബാർ H2O. പഠിച്ചു വെക്കടാ. സിങ്ക് ബാർ H2O ആണ് ബോണ്ട് ബ്രേക്കിംഗ് റിയേജന്റ്. ഇനി കഥ പറയുകയാണെ, ഡബിൾ ബോണ്ട് കംപ്ലീറ്റ്ലി ബ്രേക്ക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡബിൾ ബോണ്ട് കംപ്ലീറ്റ്ലി ബ്രേക്ക് ആകും കേട്ടോ. സ്പെല്ലിംഗ് ഒന്നും നോക്കണ്ട, കംപ്ലീറ്റ്ലി ബ്രേക്ക് എന്നാണ് കവി ഉദ്ദേശിച്ചത്. ഇനി എന്താ സംഭവിക്കുക അറിയോ? ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ വിൽ പ്രൊഡ്യൂസ് ആൽഡിഹൈഡ്. നേരത്തെ പറഞ്ഞത് കാർബോക്സിലിക് ആസിഡ് ആണ്, ഇവിടെ സംഭവിക്കുക ആൽഡിഹൈഡ് ആണ്. ആൻഡ് ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്തൗട്ട് ഹൈഡ്രജൻ വിൽ പ്രൊഡ്യൂസ് കീറ്റോൺ. C ഡബിൾ ബോണ്ട് O എന്ന ഗ്രൂപ്പ് തന്നെ കിട്ടും. അപ്പൊ ഒരു എക്സാമ്പിൾ നോക്കിക്കോ. നിങ്ങൾ ഇതൊക്കെ വീഡിയോ പോസ് ചെയ്ത് എഴുതി മുന്നോട്ട് പോകണേ. ഈ എക്സാമ്പിളിൽ എന്താണ് സംഭവിക്കുക? ഈ ഡബിൾ ബോണ്ട് പൊട്ടും. ഇത് ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ ആണ്, ഇത് ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്തൗട്ട് ഹൈഡ്രജൻ ആണ്. ദെൻ ദി പ്രൊഡക്റ്റ് വിൽ ബി CH3CHO, ആൽഡിഹൈഡ് കിട്ടും. ആൻഡ് CH3C ഡബിൾ ബോണ്ട് O CH3 അസറ്റോണും കിട്ടും. അപ്പൊ എന്താണ് വ്യത്യാസം? ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ വിൽ പ്രൊഡ്യൂസ് ആൽഡിഹൈഡ്, ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്തൗട്ട് ഹൈഡ്രജൻ വിൽ പ്രൊഡ്യൂസ് കീറ്റോൺ. ഇവിടെ നോക്കിയേ, ഈ ബോണ്ട് ഇങ്ങനെ പൊട്ടൂലേ? അപ്പൊ ഇത് ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ, ഇതും ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ. ദെൻ ദി പ്രൊഡക്റ്റ് CH3CHO പ്ലസ്. ഒരു കാർബൺ മാത്രമുള്ള ആൽഡിഹൈഡ് ഏതാ? HCHO. ദാറ്റ് ഈസ് കോൾഡ് ഫോർമാൽഡിഹൈഡ്. ഓസോണോളിസിസിൽ മറ്റു എക്സെപ്ഷൻസ് ഒന്നുമില്ല, എക്സ്ട്രാ പറയാനൊന്നുമില്ല. നേരത്തെ ഫോമിക് ആസിഡ് ആയി മാറിയപ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ ഇല്ല. ദെൻ ഇത് നോക്കിയേ, മുകളിലുള്ള കാർബൺ, ഒന്നാമത്തെ കാർബൺ, രണ്ടാമത്തെ കാർബൺ. ഒന്നാമത്തെ കാർബൺ ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്തൗട്ട് ഹൈഡ്രജൻ ആണ്. അപ്പൊ ഞാൻ അതിനൊന്ന് വലുതാക്കി വരക്കുന്നുണ്ട്, നമുക്ക് ചിത്രം ശരിക്കൊന്ന് മനസ്സിലാവാൻ. ശരിയല്ലേ? ഇത് ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്തൗട്ട് ഹൈഡ്രജൻ ആണ്, വിൽ പ്രൊഡ്യൂസ് കീറ്റോൺ. ആൻഡ് ദിസ് ഈസ് ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജൻ വിൽ പ്രൊഡ്യൂസ് ആൽഡിഹൈഡ്. സിമ്പിൾ റിയാക്ഷൻ. ഇനി ബോണ്ട് ബ്രേക്കിംഗ് റിയേജന്റ് ആയിട്ടുള്ള സിങ്ക് ബാർ H2O എന്ന് പറയുന്ന ആളെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ റിയാക്ഷൻ വിൽ സ്റ്റോപ്പ് അറ്റ് ഓസോണൈഡ് സ്റ്റേജ്. ഓർക്കണേ, ഓസോണൈഡ് സ്റ്റേജ്. റിയാക്ഷൻ ഈ പറഞ്ഞ ആൽഡിഹൈഡും കീറ്റോണും ഒന്നും കിട്ടില്ല, ഓസോണൈഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ പോയി നിൽക്കും. നോക്കിക്കേട്ടാ, ഒരു ആൽക്കീൻ തന്നിട്ടുണ്ട്, ആരോ മാർക്കിന് മുകളിൽ നോക്കിയേ O3 മാത്രമേ ഉള്ളൂ. സിങ്ക് ബാർ H2O തന്നിട്ടില്ല. ഇവിടൊക്കെ സിങ്ക് ബാർ H2O തന്നിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മൾ ചെയ്ത എല്ലാ എക്സാമ്പിളിലും. അപ്പൊ എന്താ സംഭവിക്കുക അറിയോ? ഓസോണൈഡ് സ്റ്റേജിൽ നിൽക്കും. എങ്ങനെയാ ഓസോണൈഡ് സ്റ്റേജ് വരയ്ക്കുക? സിമ്പിൾ ആണ്. ഈ ഡബിൾ ബോണ്ടിനെ മറച്ചു പിടിക്കുക. അപ്പൊ നോക്കിയാൽ CH3 സിംഗിൾ ബോണ്ട് CH, ആ ഡബിൾ ബോണ്ട് അങ്ങോട്ട് എഴുതാതെ ബാക്കിയുള്ളതൊക്കെ എഴുതുക. CH സിംഗിൾ ബോണ്ട് CH3 ഇങ്ങനല്ലേ ഉണ്ടാവുക? ഡബിൾ ബോണ്ടിനെ വരയ്ക്കണം. എന്നിട്ട് ഈ 3 ഓക്സിജനെ അവർക്കിടയിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഒരു ഓക്സിജൻ ഇങ്ങനെ, 2 ഓക്സിജൻ ഇങ്ങനെ, ഒരു ഓക്സിജൻ മുകളിലേക്കും 2 ഓക്സിജൻ താഴേക്കും. ഇനിയിപ്പോ തിരിച്ചാണെങ്കിലും അതെ. എടാ, ഇവന്റെ പേരാണ് ഓസോണൈഡ്. എന്താടാ? ഓസോണൈഡ്. ഇതാണ് ഓസോണോളിസിസ് എന്ന റിയാക്ഷന്റെ ഇന്റർമീഡിയറ്റ്.
ഈ ഓസോണൈഡിലെ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യാനാണ് നമ്മൾ സിങ്ക് ബാർ H2O ഉപയോഗിക്കുന്നത്. ആ ബോണ്ടുകളൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഫർദർ നമുക്ക് ആൽഡിഹൈഡും കീറ്റോണും കിട്ടുന്നത്. അതുകൊണ്ടാണ് അവന്റെ പേര് ബോണ്ട് ബ്രേക്കിംഗ് റിയേജന്റ് ആയത്. ആ ബോണ്ട് ബ്രേക്കിംഗ് റിയേജന്റ് ഉപയോഗിച്ചിട്ടില്ലെങ്കിലോ ഓസോണൈഡ് സ്റ്റേജിലെ ബോണ്ടുകളിന് ബ്രേക്ക് ചെയ്യാൻ ആളില്ല, വിച്ച് മീൻസ് ദി റിയാക്ഷൻ വിൽ സ്റ്റോപ്പ് അറ്റ് ഓസോണൈഡ് സ്റ്റേജ് ആൻഡ് ദിസ് വിൽ ബി ദി പ്രൊഡക്റ്റ്. ചിത്രം വരയ്ക്കാൻ പഠിച്ചു വെച്ചോ. ഡബിൾ ബോണ്ടിനെ മറച്ചു പിടിക്കുക, മുകളിലേക്ക് ഒരു ഓക്സിജൻ, താഴേക്ക് 2 ഓക്സിജൻ, ഒരു വീട് പോലെ 3 ഓക്സിജൻ വരച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് ഓസോണൈഡ്. കുഞ്ഞെ O3 സിങ്ക് ബാർ H2O കംപ്ലീറ്റ് ഓസോണോളിസിസ് നടക്കും. ആർക്കാ നടക്കുന്നത്? ബെൻസീനിനാണ്. എന്താ ബെൻസീനിന്റെ പ്രത്യേകത? ഡബിൾ ബോണ്ടുകൾ 3 എണ്ണം ഉണ്ട്. അപ്പൊ നോക്കിയേ, ഈ 3 ബോണ്ടുകൾ പൊട്ടുന്നതോടുകൂടെ ബെൻസീനിലെ 3 ഫ്രാഗ്മെന്റ് ആയി മാറൂലേ? ഈ ഫ്രാഗ്മെന്റ് ആരാ? CH, ഈ ഫ്രാഗ്മെന്റ് ആരാ? CH. ഇവർക്കിടയിൽ ഒരു സിംഗിൾ ബോണ്ട്. ശരിയല്ലേ? ബെൻസീന്റെ എല്ലാ കാർബണും CH ആണല്ലോ, C6H6 അല്ലേ? അപ്പൊ ഇത് ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജനാ. ഇതും ഡബിൾ ബോണ്ടഡ് കാർബൺ വിത്ത് ഹൈഡ്രജനാ. വിത്ത് ഹൈഡ്രജൻ വിൽ പ്രൊഡ്യൂസ് ആൽഡിഹൈഡ്. അപ്പൊ CHO എന്ന് കിട്ടും. അതേപോലെ തന്നെയല്ലേ ഈ ഫ്രാഗ്മെന്റ് ഒക്കെ തീരും. അപ്പൊ 3 മോൾ CHOയെ വിളിക്കുന്ന പേരാണ് ഗ്ലയോക്സാൽ. മറക്കരുതേ, ഗ്ലയോക്സാൽ. അപ്പൊ ബെൻസീനിന് ഓസോണോളിസിസ് നടന്നാൽ 3 മോൾ ഗ്ലയോക്സാൽ കിട്ടും. മറക്കാതിരിക്കുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാണാതെ പഠിച്ചാലും കുഴപ്പമില്ല. 3 മോൾ ഗ്ലയോക്സാൽ കിട്ടുന്നു. മറക്കാതെ പഠിച്ചു വെക്കുക. ഓക്സിമെർക്കുറേഷൻ, ഡീമെർക്കുറേഷൻ. എന്താടാ ഓക്സിമെർക്കുറേഷൻ ഡീമെർക്കുറേഷനിൽ പഠിക്കാനുള്ളത്? റിയേജന്റ് പഠിച്ചു വെച്ചോ. 3 റിയേജന്റ് മസ്റ്റ്. 1, 2, 3. ഒന്നാമത്തെ റിയേജന്റ് ആരാ? HgOAc ട്വൈസ് ഓർ HgSO4 ഓർ സിംപ്ലി Hg2+. ഇതിൽ ഏതെങ്കിലും ഒന്ന് ആരോ മാർക്കിന് മുകളിൽ ഉണ്ടാകും. 2 H2SO4 വേണം. 3 THF വേണം. THF എന്ന് പറഞ്ഞാൽ ടെട്രാ ഹൈഡ്രോഫ്യൂറാൻ എന്നാണ് അതിന്റെ ഫുൾ നെയിം. ഓർത്തു വെച്ചോ. ഈ 3 ഉണ്ടെങ്കിൽ, ഇനിയിപ്പോ അതിൽ ആദ്യത്തെ 2 ആണെങ്കിലും ശരി, നടക്കുന്ന റിയാക്ഷന്റെ പേരാണ് ഓക്സിമെർക്കുറേഷൻ ഡീമെർക്കുറേഷൻ. പഠിച്ചു വെച്ചോ, ഓക്സിമെർക്കുറേഷൻ ഡീമെർക്കുറേഷൻ. എന്താ സംഭവിക്കുക എന്നൊന്ന് ഞാൻ ഇവിടെ ഒരു വരിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഒന്ന് പഠിച്ചോളണേ. അഡീഷൻ ഓഫ് 1 molecule of water according to Markovnikov rule takes place. മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം എങ്ങനെയാണോ വാട്ടർ ആഡ് ചെയ്തത് അങ്ങനെ ഒരു മോളിക്യൂൾ വാട്ടറിന്റെ അഡീഷൻ നടക്കും. പ്രത്യേകത ഇവിടെ നോ റീ അറേഞ്ച്മെന്റ്. എടാ മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം നമ്മൾ കാർബോകാറ്റയോൺ ഫോം ചെയ്ത് അതിൽ മോർ സ്റ്റേബിൾ കാർബോകാറ്റയോൺ ഫോം ചെയ്ത് എന്നിട്ടാണ് OH- ഒക്കെ ആഡ് ചെയ്തിരുന്നത്. ശരിയല്ലേ? എന്നാൽ ഇവിടെ മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം, അതായത് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് ഹൈഡ്രജന്റെ എണ്ണം കുറവുള്ളിടത്തേക്കാണ് പോവുക. പക്ഷെ ഇവിടെ എന്തൊന്നും സംഭവിക്കില്ല, റീഅറേഞ്ച്മെന്റുകളൊന്നും സംഭവിക്കില്ല. മോർ സ്റ്റേബിൾ കാർബോകാറ്റയോൺ ആയി മാറാനുള്ള പരിപാടികളൊന്നും ഇവിടെ നടക്കില്ല. നമുക്കൊന്ന് പെട്ടെന്ന് ചെയ്തു നോക്കാം. ഇതാ ഇവിടെ നോക്കിയേ, ഡബിൾ ബോണ്ട് പൊട്ടും. ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട്, ഒന്നാമത്തെ എക്സാമ്പിളിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഡബിൾ ബോണ്ടഡ് കാർബണിലേക്ക് ഹൈഡ്രജനും OH ആഡ് ചെയ്യണം. OH എങ്ങോട്ട് വരണം? ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ളിടത്തേക്ക് വരണം. ആൻഡ് ദിസ് വിൽ ബി ദി പ്രൊഡക്റ്റ്. അടുത്തൊന്ന് നോക്കിയാൽ ഈ ഡബിൾ ബോണ്ട് പൊട്ടും. ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ള ഇവിടേക്ക് OH വരും. നേരെ മറിച്ച് ഇത് ഓക്സിമെർക്കുറേഷൻ ഡീമെർക്കുറേഷൻ അല്ല, നേരിട്ട് വാട്ടർ ആഡ് ചെയ്യുന്ന ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രോളിസിസ് ആയിരുന്നെങ്കിൽ ഇവിടുത്തെ പ്രൊഡക്റ്റ് ഞാൻ ഇവിടെ വരച്ചു കാണിക്കുന്നുണ്ട്. ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് ചാടും. ആ പോസിറ്റീവ് ചാർജ് ഇവിടെ എത്തും. എന്നിട്ട് അങ്ങോട്ട് OH കയറുമ്പോൾ ഇവിടെയായിരുന്നു OH വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകതയാണ്, പഠിച്ചു വെച്ചോ, ഡയറക്റ്റ് മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം അഡീഷൻ നടക്കും. റീഅറേഞ്ച്മെന്റും പരിപാടികളും ഒന്നും ഇല്ല. അതാണ് ഓക്സിമെർക്കുറേഷൻ ഡീമെർക്കുറേഷന്റെ പ്രത്യേകത. പഠിച്ചു വെച്ചോ. ദി ലാസ്റ്റ് വൺ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ആണ്. എന്താ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷനിൽ ശ്രദ്ധിക്കാനുള്ളത്? ഒന്ന് റിയേജന്റ് തന്നെ. ഓക്സിമെർക്കുറേഷൻ ഡീമെർക്കുറേഷനിൽ 3 എണ്ണമില്ലേ റിയേജന്റ്? ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷനിൽ 4 എണ്ണമാണ് റിയേജന്റ്. 4 ഉണ്ടെങ്കിലാണ് ഓക്സിമെർക്കുറേഷൻ ഡീമെർക്കുറേഷൻ നടക്കുക. ഇനിയിപ്പോ അതിൽ ഏതെങ്കിലും 2 എണ്ണമൊക്കെ തന്നിട്ടും റിയാക്ഷൻ ചോദിക്കാറുണ്ട്. ഒന്ന് പഠിച്ചോ. ഒന്ന് ഡൈബൊറൈൻ. ആരാ കുഞ്ഞെ? ഡൈബൊറൈൻ. അപ്പൊ B2H6 എന്നതാണ് ഡൈബൊറൈൻ, അല്ലെങ്കിൽ BH3 ട്വൈസ് എന്ന് പറയുന്ന ആളാ. രണ്ടും ഒന്ന് തന്നെയല്ലേ? H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ്, ഒരു ബേസ് വേണം, ടെട്രാഹൈഡ്രോഫ്യൂറാൻ എന്ന സോൾവെന്റ് വേണം. എന്താ ഇവിടെ സംഭവിക്കുക എന്ന് നോക്കിയേ. അഡീഷൻ ഓഫ് 1 molecule ഓഫ് വാട്ടർ, നേരത്തെ പറഞ്ഞ സെയിം സാധനം, ബട്ട് അക്കോർഡിംഗ് ടു ആന്റി മാർക്കോണിക്കോഫ് റൂൾ ടേക്സ് പ്ലേസ്. എടാ നേരത്തെ എങ്ങനെയാ നടന്നത്? മാർക്കോണിക്കോഫ് റൂൾ ആണല്ലോ. ഇവിടെ പക്ഷേ ആന്റി മാർക്കോണിക്കോഫ് റൂൾ പ്രകാരമാണ് നടക്കുക. അപ്പൊ എങ്ങനെയാ ഇവിടെ നടക്കുക?
CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ട് ആകും, ഇവിടെ CH2 ഉണ്ടാകും. എങ്ങോട്ട് ഹൈഡ്രജൻ വരും, എങ്ങോട്ട് OH വരും. മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ളിടത്തേക്ക് OH വരും, ഇവിടെ ഹൈഡ്രജൻ വരും. അപ്പൊ CH3 CH2 CH2 OH. ആന്റി മാർക്കോണിക് ഓഫ് റൂൾ നേരത്തെ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നടക്കും. എടാ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രോളിസിസും ഇപ്പോൾ പഠിച്ച ഓക്സിമെർക്കുറേഷൻ ഡിമെർക്കുറേഷനും ഇപ്പോൾ പഠിച്ച ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷനും എല്ലാം ഒരുമിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതാ നോക്കിക്കോ, ഈ ആൽക്കീനിലേക്ക് ആദ്യം H3O+ എന്ത് കിട്ടും, A കിട്ടും. രണ്ടാമത് ഹൈഡ്രോബറേഷൻ Hg2+ ഓക്സിമെർക്കുറേഷൻ ഡിമെർക്കുറേഷൻ. മൂന്നാമത്തത് B2H6 OH- എന്ന് പറഞ്ഞാൽ ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ. എ എന്താ കുഞ്ഞെ, ഒന്ന് നോക്കിക്കേ. എ എന്ന് പറഞ്ഞാൽ ഇതാ ഒന്ന് ചിന്തിക്ക്. ഇപ്പൊ എഴുതുന്നൊക്കെ ഞാൻ ഇനി മായ്ക്കും. ഇവിടെ പോസിറ്റീവ് ചാർജ് വരും, അതാണല്ലോ മോർ സ്റ്റേബിൾ കാർബോകാറ്റയോൺ. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു CH3 ഗ്രൂപ്പ് ഇങ്ങോട്ട് കയറും, ആ പോസിറ്റീവ് ചാർജ് ഇവിടേക്ക് ചാടും. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ സംസാരിച്ച്. അപ്പൊ CH3 സിംഗിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3, ശരിയല്ലേ? ഒരു മീഥൈൽ ഗ്രൂപ്പ് അങ്ങോട്ട് ചാടി ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ട് ആയി CH2ലേക്ക് ഹൈഡ്രജൻ വന്നു, ഇവിടേക്ക് OH വരും. ദിസ് ഇസ് ദി പ്രൊഡക്റ്റ്. അപ്പൊ ഇവിടെ എന്തൊക്കെ സംഭവിച്ചു? ഏത് പ്രകാരം? മാർക്കോണിക് ഓഫ് റൂൾ പ്രകാരമാണ് അഡീഷൻ. ആൻഡ് റീഅറേഞ്ച്മെന്റ് ഓൾസോ ടേക്സ് പ്ലേസ് ആൻഡ് ദിസ് വിൽ ബി ദി പ്രൊഡക്റ്റ്. രണ്ടാമത്തതാണെങ്കിലോ ഓക്സിമെർക്കുറേഷൻ ഡിമെർക്കുറേഷൻ ആണെങ്കിൽ ഡയറക്റ്റ് മാർക്കോണിക് ഓഫ് റൂൾ പ്രകാരം അഡീഷൻ നടക്കും. പക്ഷെ റീഅറേഞ്ച്മെന്റും കോപ്പും ഒന്നുമില്ല. CH3 സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ട് CH3, ഇവിടെ OH ഡയറക്റ്റ് ആയിട്ടാണ് വരും. മോസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റയോൺ ഫോം ചെയ്ത് അതിലേക്ക് OH വരുന്നു. റീഅറേഞ്ച്മെന്റിനൊന്നും നടക്കില്ല. C, hydroboration oxidation. Reaction will proceed according to anti-Markovnikov of rule, and the product will be single bond CH3, single bond CH2, single bond CH2OH. ഹൈഡ്രജൻ എണ്ണം കൂടുതലുള്ളിടത്തേക്കാണ് OH വരിക, ഇവിടെ ഹൈഡ്രജൻ എണ്ണം കുറവുള്ളിടത്തേക്കാണ് OH വന്നത്. ഇതാണ് 3 ഡിഫറെന്റ് പ്രൊഡക്റ്റ്. മൂന്നിലും ആഡ് ചെയ്യുന്നത് വാട്ടർ ആണ്, പക്ഷെ മൂന്നിലും 3 ഡിഫറെന്റ് പ്രൊഡക്റ്റുകളാണ്. And this is the last slide of this class. കേട്ടോ, പോളിമറൈസേഷൻ. എന്താണ് പോളിമറൈസേഷൻ? പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിംഗിൾ യൂണിറ്റുകൾ ഒരുമിച്ച് കൂടി വലിയ മോളിക്യൂളായി മാറുന്ന പരിപാടിയാണല്ലോ പോളിമറൈസേഷൻ. അപ്പൊ സിമ്പിൾ ആണ് പരിപാടി. നോക്കിക്കോ, ഈ ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടുകൾക്ക് പോളിമറൈസേഷൻ കാണിക്കാൻ ഭയങ്കര എളുപ്പമാണ്. എന്താണ് ആ പരിപാടി എന്നറിയോ? ശ്രദ്ധിച്ചു കണ്ടോ. CH2 കേൾക്കണേ, CH2 ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആകും. അപ്പൊ ഈ കാർബണിനും ഒക്കെ ഓരോ വാലൻസിയുടെ കുറവില്ലേ, ആ വാലൻസിയുടെ കുറവുകളൊക്കെ അവരിങ്ങനെ പുറത്തേക്ക് കൊടുക്കും. ഇതേപോലത്തെ മറ്റു മോളിക്യൂൾസുമായിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ നിൽക്കും. അങ്ങനെ n ടൈംസ് ഓഫ് എത്തീൻ മോളിക്യൂൾസ് കൈകോർത്ത് നിൽക്കും. ഇത്രയേ ഉള്ളൂ. ഇതാ ശ്രദ്ധിച്ചു നോക്ക്. അപ്പൊ ഞാനിങ്ങനെ കൈകെട്ടി നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഇതിന്റെ ഡബിൾ ബോണ്ടാണ്. ഈ കൈ ഇങ്ങോട്ട് അഴിക്കും. എന്നിട്ട് എന്നെ പോലെ ഇവിടെ നിൽക്കുന്ന കൈകെട്ടി നിൽക്കുന്ന മറ്റുള്ളവരുമായിട്ട് ഞാനിങ്ങനെ കൈകോർത്ത് നിൽക്കും. അപ്പൊ ഒറ്റക്ക് നിന്നിരുന്നവരെല്ലാം കൈകോർത്തപ്പോ ഒറ്റ മോളിക്യൂളായി മാറിയില്ലേ? ദാറ്റ് ഈസ് കോൾഡ് പോളിമറൈസേഷൻ. എടാ, ഇവന്റെ പേര് എത്തീൻ എന്നാണെങ്കിൽ ഒരുപാട് എത്തീനുകൾ കൂടിച്ചേർന്ന ആളായത് കൊണ്ട് ഇവന്റെ പേര് പോളിയെത്തീൻ എന്നാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, NCERT പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഡയറക്റ്റ് ഒന്ന് പറയുന്നു എന്ന് മാത്രം. ഈ എത്തീനിന്റെ പ്രത്യേകത, ഇയാൾ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. പക്ഷെ പോളിയെത്തീൻ ഇല്ലേ, ഇൻസുലേറ്റർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. എന്താ കാര്യം? സിമ്പിളാ. എത്തീനിൽ ഡബിൾ ബോണ്ട് ഇല്ലടാ. ഡബിൾ ബോണ്ടിൽ പൈ ഇലക്ട്രോണുകൾ ഉണ്ടല്ലോ. ഈ പൈ ഇലക്ട്രോണുകൾ വീക്ക് ഇലക്ട്രോണുകളാണ്. വീക്കാണ്, ഡീലോക്കലൈസേഷൻ നടക്കുന്നവരാണ്. അപ്പൊ പൈ ബോണ്ട് ഉണ്ടെങ്കിൽ കണ്ടക്ടർ ആണ്, പൈ ബോണ്ട് ഇല്ലെങ്കിൽ ഇൻസുലേറ്റർ ആണ്. അപ്പൊ പോളിമറൈസേഷൻ നടന്നപ്പോൾ എത്തീൻ എന്ന് പറയുന്ന ആൾക്ക് എന്ത് ബോണ്ട് നഷ്ടപ്പെട്ടു? പൈ ബോണ്ട് നഷ്ടപ്പെട്ടില്ലേ? അപ്പൊ അവന്റെ പേര് പോളിയെത്തീനായില്ലേ? അവനിൽ പൈ ബോണ്ട് ഇല്ലല്ലോ. അപ്പൊ പൈ ബോണ്ട് ഇല്ലാത്തവൻ ഇൻസുലേറ്റർ ആണ്. ഇതുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്ക്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആൽക്കൈൻ ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ടിന്റെയും ബെൻസീനിന്റെയും കെമിക്കൽ പ്രോപ്പർട്ടിയുമായിട്ട് വീണ്ടും വരും. കാത്തിരുന്ന് കാണുക, നിർബന്ധമായും കാണണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. ബാക്കി കാര്യങ്ങൾ ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.